വർഷം 2013 ഇടുക്കി രാജാക്കാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷൻ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. അതുപോലെ ചായക്കടയിലേക്ക് ഭക്ഷണം കഴിക്കാനെത്തുന്ന സഹദേവൻ എന്ന പോലീസുകാരൻ. സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 പൈസ പോലും ചെലവാക്കാൻ പറ്റാത്തൊരു സ്വഭാവക്കാരനാണ് നമ്മുടെ ഈ സഹദേവൻ. പറ, എത്ര ഉണ്ടെന്റെ പറ്റി? ഒരു 14,500 റുപ്യോളം വരും. ഈ കാശ് എന്റെ കമ്മീഷനായിട്ട് കൂട്ടിക്കും. എന്നാൽ മറ്റുള്ളവന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ അങ്ങോട്ട് കിട്ടുകയും വേണം. പുതിയ സ്റ്റേഷൻ പണിയാനുള്ള ഓർഡറും സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവിടെ പണിക്ക് വരുന്നവരുടെ എല്ലാം കച്ചവടം ഞാൻ ഇക്കയ്ക്ക് പിടിച്ചു തരും. അതിന്റെയാണ് ഇപ്പൊ പറഞ്ഞ കമ്മീഷൻ. ഇപ്പൊ കടം തീർന്നേ. പോലീസുകാരനായതുകൊണ്ടുള്ള സ്വഭാവമാണോ അത്, അതോ ഇനി പോലീസ് യൂണിഫോം എന്തും കാണിക്കാനുള്ള ലൈസൻസ് ആണോ നമുക്കറിയില്ല. എന്തായാലും സഹദേവൻ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട് കേട്ടോ. സ്വദേശിയായ ജോർജ് കുട്ടിയായിട്ട് നമ്മുടെ നായകൻ സഹദേവൻ അത്ര രസത്തിലല്ല. ഒരു ദിവസം പോലീസ് സ്റ്റേഷന്റെ കൺസ്ട്രക്ഷൻ വർക്ക് എടുത്തു കിടത്തുന്ന കോൺട്രാക്ടർ സോമനായിട്ട് നമ്മുടെ ഈ സഹദേവൻ ഒന്ന് ഉരസും. ഒരാവശ്യമില്ലാണ്ട് ജോർജ് കുട്ടി അതിൻ്റെ ഇടയിൽ കയറി ഇടപെടും. ലാലേട്ടൻ തകർത്തുണ്ട്, ഇത് ആറാടുകയാണ്. നമ്മുടെ ഈ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ അത്യാവശ്യം പിശുക്കി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. ഷോപ്പിംഗ് മാത്രമല്ല, ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കണം, നല്ലൊരു AC തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണണം. 25,000 പ്ലസ് 30,000. അങ്ങനെ വീട്ടുകാരോടൊപ്പം സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഈ ജോർജ് കുട്ടിയുടെ കുടുംബത്തേക്കാണ് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വരുന്നത്. സീ മറ്റ് ഉമാരല്ല. ഇന്ന് രാത്രി 11 മണിക്ക് വീടിന്റെ പുറകെ ചെയ്യാൻ വരും. 5 ഇറങ്ങി വരണം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അതെ, വരുൺ പ്രഭാകർ, അച്ഛൻ പ്രഭാകർ, അമ്മ IG ഗീത പ്രഭാകർ. പ്രഭാകർ. അങ്ങനെ രാത്രി 11 മണിക്ക് അഞ്ജുവിന്റെ വീട്ടിലെത്തുന്ന ഈ ചെക്കൻ അഞ്ജുവിന്റെ അമ്മയോടും അഞ്ജുവിനോടും മോശമായ രീതിയിൽ പെരുമാറും. അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. നിങ്ങൾ എന്റെ ആഗ്രഹത്തിന് വഴങ്ങിയാലും മതി. ആ സീൻ അവിടെ തീരുവാണ്. പിറ്റേന്ന് രാവിലെയാണ് ജോർജ് കുട്ടി വീട്ടിലെത്തുന്നതും തലേന്ന് രാത്രി സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ ജോർജ് കുട്ടി മനസ്സിലാക്കുന്നു. ഇതാരാ ഈ ചെളിയൊക്കെ ചവിട്ടി കയറ്റിയത്? റാണി, ഇതുവരെ എവിടെ ആയിരുന്നു? ഒരു പയ്യനെ തലക്കടിച്ചു കൊന്നതിന് ശേഷം പെൺകുട്ടി പറയാണ് കേട്ടാ, എനിക്ക് ജയിലിൽ പോകാൻ പേടിയാ. അങ്ങനെ വരുണിന്റെ സിം കാർഡും പെറുക്കിയെടുത്ത് നമ്മുടെ ഈ ജോർജ് കുട്ടി അങ്ങോട്ടോ പോകുന്നത് ഈ സഹദേവൻ കാണാണ്. ഈ മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:15 ഞാൻ ഇരിട്ടിത്തറ തോമാച്ചനെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോയത്. അവിടെ വെച്ചാണ് ഞാൻ ജോർജ് കുട്ടിയെ കണ്ടത്. അവിടെ നിൽക്കട്ടെ. കാര്യം നമ്മുടെ ഈ സഹദേവൻ അത്ര തെമ്മാടിയും കൈക്കൂലിക്കാരനാണെങ്കിലും പുള്ളി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കണ്ടേ. ഇവിടെ സഹദേവൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഓഗസ്റ്റ് 2-ാം തീയതി ജോർജ് കുട്ടീനെ കണ്ടുവന്നു. ക്രിമിനൽ മൈൻഡുള്ള ജോർജ് കുട്ടി ഈ ഒരു പ്രസ്താവനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ ശേഖരിക്കുന്നതാണ് കഥ. പക്ഷേ സഹദേവൻ പറയുന്നത് സത്യമാകാതിരിക്കുന്നതും കൂടിയില്ല. ശരിക്കും ഈ ഒരു കേസ് തെളിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സഹദേവൻ എന്ന പോലീസ് ഓഫീസർക്ക് പുള്ളിയുടെ കരിയറിൽ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലരും സഹദേവൻ കണ്ടത് മറ്റാരെയോ ആണെന്ന് സഹദേവനോട് തന്നെ പറയുന്നുണ്ടെങ്കിലും സഹദേവന്റെ കണ്ണിൽ കൊലയാളി ജോർജ് കുട്ടിയാണെന്നുള്ളത് പകൽ പോലെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സത്യം അവിടെ തോൽക്കുകയാണ് ചെയ്യുന്നത്. അതെ, സത്യം എവിടെയും തോൽപ്പിക്കപ്പെടുന്നത് മെറ്റീരിയൽ ഫാക്ടേഴ്സ് ആയ തെളിവുകളും സർക്കംസ്റ്റാൻസസും കൊണ്ടാണല്ലോ. തന്റെ സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്ന് തെളിയിക്കാൻ നുണപരിശോധന വരെ നടത്തണമെന്ന് പറയുന്ന ഒരു പോലീസുകാരൻ. ഈ ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആ ജോലി തന്നെ രാജിവെക്കാമെന്ന് പറയുന്ന ഒരു പോലീസുകാരൻ. ഞാൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ തന്നെയാ. അല്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കാൻ തയ്യാറാണ്. സഹദേവന്റെ തോൽവിയാണ് നമ്മളൊക്കെ ശരിക്കും ആഗ്രഹിച്ചത്. പക്ഷെ സഹദേവന്റെ ഭാഗത്തു നിന്നോ നിയമത്തിന്റെ ഭാഗത്തു നിന്നോ ചിന്തിച്ചാൽ സഹദേവനായിരുന്നു ശരിക്കും അവിടെ ജയിക്കേണ്ടത്. ഞാൻ ആരോ ഏട്ടാ. ക്ലൈമാക്സിൽ കുഴിന്ന് പൊക്കിക്കൊണ്ടിരുന്നത് വരുണ്യല്ല എന്നറിയുമ്പോൾ നാട്ടുകാരടക്കം സഹദേവനോട് ഓടിച്ചിട്ടടിക്കുകയാണ്. ഒരു തരത്തിൽ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സഹദേവൻ എന്ന പോലീസുകാരൻ അയാളെത്ര തെമ്മാടിയാണെങ്കിലും കൈക്കൂലിക്കാരനാണെങ്കിലും ശരി, അയാളുടെ കരിയറിൽ നേരോടെ നെറിവോടെ ഏറ്റെടുത്തിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഈ ജോർജ് കുട്ടിയുടെ കേസായിരിക്കും. അതാണെങ്കിൽ അയാൾക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവസാനം സിനിമയുടെ ക്ലൈമാക്സിൽ ഇയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്തിന്? സത്യം തെളിയിക്കാൻ ശ്രമിച്ചേനി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തെ നമ്മൾ തന്നെ മറന്നു കളഞ്ഞ ഒരു മുഹൂർത്തങ്ങളായിരുന്നു സഹദേവന്റെ ദൃശ്യത്തിലൂടെ നമ്മൾ കണ്ടത്. ഇതിലും ഭേദം സഹദേവന് ഈ കാര്യം പറഞ്ഞ് ജോർജ് കുട്ടീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിക്കായിരുന്നു. ഇതിപ്പോ ജോലിയും പോയി, ചീത്തപ്പേരും കിട്ടി, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അയാൾക്കും ജോർജ് കുട്ടീനെ പോലെ ചിലപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരിക്കും. അവർക്കും ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും.
എന്താ